ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന എൻ്റെ ഈ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ക്രിസ്തുവിൽ ശബത്ത് എന്നതാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ശനിയാഴ്ച ശബത്ത് ആചരിക്കാത്തതെന്ന് ക്രിസ്ത്യാനികളല്ലാത്തവർ ചോദിക്കാറുണ്ട്. യേശുവിൻ്റെ നാട്ടുകാരായ യഹൂദർ പോലും വേദപുസ്തകത്തിൽ കൽപ്പിച്ച പോലെ ശനിയാഴ്ച ശബത്ത് ആചരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെന്താ ആചരിക്കാത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികൾ ജൂതവിരുദ്ധരാണെന്നും അതിനാലാണ് ശബത്താചരണം ആഴ്ചയുടെ 1-ാം നാളിലേക്ക് മാറ്റിയെന്നുമാണ്. യേശുക്രിസ്തു ശബത്ത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയെന്നോ മാറ്റുവാൻ പഠിപ്പിച്ചെന്നോ വേദപുസ്തകം പറയുന്നില്ല. മാത്രമല്ല, യേശുക്രിസ്തു ശബത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് പോലും പറയുന്നവരുണ്ട്. യേശു ശബത്ത് ലംഘിച്ചുവോ അതോ പൂർത്തീകരിച്ചുവോ എന്ന് നാം ഈ പോഡ്കാസ്റ്റിലൂടെ വിശകലനം ചെയ്യാം. പഴയ നിയമത്തിൽ നൽകപ്പെട്ട ശബത്ത് എങ്ങനെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് നമുക്ക് വേദപുസ്തകത്തിലൂടെ പരിശോധിക്കാം. ശബത്ത് എന്നതിനർത്ഥം വിശ്രമം, സ്വസ്ഥത എന്നൊക്കെയാണ്. ശബത്തിൻ്റെ ഉത്ഭവം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലേക്ക് പോകേണ്ടതായുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 3-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെ വായിക്കാം. സമയപരിമിതി കാരണം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ മാത്രം വായിക്കാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൻ കീഴുള്ള വെള്ളവും വിധാനത്തിൻ മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്നു പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി. അത് എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ഉൽപ്പത്തി 2-ന്റെ 1-2 വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും നിറഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്തശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. ദൈവം സ്വസ്ഥനായിരുന്നത് 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിൻ്റെ ക്ഷീണം തീർക്കാനല്ലായിരുന്നു. സൃഷ്ടികർമ്മം തികച്ചതിൻ്റെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. സൃഷ്ടികർമ്മത്തിൽ ആദ്യ 6 ദിവസങ്ങൾക്കും ഒരു ഉഷസ്സും സന്ധ്യയും ഉണ്ടായിരുന്നെങ്കിൽ 7-ാം നാളിന് ഒരു തുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അതിൽ പ്രവേശിച്ചു എന്നേ പറയുന്നുള്ളൂ. അത് അവസാനിച്ചില്ല. അതായത് 7-ാം ദിവസം ഇപ്പോഴും തുടരുന്നു. ആ ശബത്തിലേക്കാണ് അഥവാ ആ സ്വസ്ഥതയിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത്. അതാണ് നാം ഈ പോഡ്കാസ്റ്റിലൂടെ പരിശോധിക്കുന്നത്. സൃഷ്ടികർമ്മത്തിനു ശേഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് ദൈവം പിന്നെ ശബത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നതും ഒരു വിശ്രമ ദിവസം വേർതിരിച്ചു നൽകുന്നതും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 31-ാം അധ്യായത്തിലെ 12-ാം വാക്യം വായിക്കാം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളം ആകുന്നു. യെഹെസ്കേലിന്റെ പുസ്തകത്തിലെ
20 അധ്യായത്തിന്റെ 12 വായിക്കാം. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ശബത്ത് എന്നത് ഒരു വിശ്രമത്തെയും ഉടമ്പടിയെയും സൃഷ്ടികർമ്മത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒന്നാകുന്നു. ആവർത്തന പുസ്തകത്തിലെ 5 അധ്യായത്തിന്റെ 15 വായിക്കാം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ച് എന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. യഹൂദർക്ക് നൽകപ്പെട്ട ശബത്തിന് ദൈവം എന്തുമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നുവെന്ന് ചില വേദവാക്യങ്ങളിൽ കൂടി നോക്കാം. നെഹമ്യാവിന്റെ പുസ്തകത്തിലെ 13 അധ്യായത്തിന്റെ 19 വായിക്കാം. ശബത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടക്കാതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതായത് ശബത്ത് നാളിൽ ഭാരം ചുമക്കുവാൻ പോലും അനുവാദമില്ലായിരുന്നു. മോശയുടെ കാലത്ത് ശബത്ത് ലംഘിക്കുന്നവർക്ക് മരണശിക്ഷ വരെ ഉറപ്പായിരുന്നു. സംഖ്യാപുസ്തകം 15:32-35 വായിക്കാം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലിരിക്കുമ്പോൾ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെയും അഹരോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായതുകൊണ്ട് അവർ അവനെ തടവിൽ വച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം. മാത്രമല്ല, ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം ശബത്ത് നാളിൽ അവർക്ക് യാത്ര ചെയ്യുവാൻ പോലും അനുവാദമില്ലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1:12 വായിക്കാം. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലീവ് മല വിട്ട് യെരുശലേമിലെത്തി മടങ്ങിപ്പോന്നു. ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം ഏകദേശം 1 മൈൽ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ദൈവം ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്ന ശബത്ത് എങ്ങനെ ക്രിസ്ത്യാനികൾക്ക് അപ്രധാന്യമായി തീരുന്നു എന്നത് നോക്കാം. എബ്രായർ 4 അധ്യായത്തിന്റെ 1 വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കനാൻ പ്രവേശനത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനമാണ് ഇസ്രായേല്യർ കേട്ടതെങ്കിൽ നാം സ്വർഗീയ കനാനിലെ ആത്മീക സ്വസ്ഥതയെക്കുറിച്ചുള്ള സുവിശേഷമാണ് കേട്ടത്. അവിശ്വാസികളായി തീർന്ന ഇസ്രായേല്യരുടെ പക്ഷത്ത് ആകാതിരിക്കുവാൻ വേണ്ടിയാണ് എബ്രായ ലേഖനകർത്താവ് പുതിയ നിയമവിശ്വാസികളെ ഉപദേശിക്കുന്നത്. ദൈവം തന്റെ രക്ഷണ്യപ്രവൃത്തി ക്രിസ്തുവിൽ കൂടി പൂർത്തീകരിച്ചതിനു ശേഷം തന്റെ ശബത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. സുവിശേഷം കേട്ട് യേശുവിൽ മാത്രം വിശ്വസിക്കുന്ന ദിവസം നാം ദൈവത്തിൻ്റെ ശബത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായർ 4 അധ്യായത്തിന്റെ 3 വായിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ ശബത്തിൽ പ്രവേശിക്കുന്നു. അതിനാൽ ഇന്ന് എനിക്കൊരു ശബത്താണ്, നാളെയും ശബത്ത് തന്നെ. ക്രിസ്തുവിൽ ആസ്വദിക്കുന്ന നിത്യരക്ഷയുടെ വിശ്രമത്തിൻ്റെ പ്രതീകമായിരുന്നു ശബത്ത്. യാതൊരു വിശ്രമവുമില്ലാതെ മിസ്രയീമിൽ അടിമവേല ചെയ്തിരുന്ന ഇസ്രായേൽ ജനത്തിനെ കനാനിൽ സ്വസ്ഥതയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ദൈവം അവരെ വീണ്ടെടുത്തത്. അതുപോലെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട പുതിയ നിയമവിശ്വാസികൾ ക്രിസ്തുവിൽ സ്വസ്ഥത കണ്ടെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതുതന്നെയാണ് യേശു പറഞ്ഞതും, ന്യായപ്രമാണം എന്നിൽ നിവർത്തിയാകുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 5 അധ്യായത്തിന്റെ 17 വായിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. യേശു ശബത്ത് നാളിൽ ചെയ്ത ചില അത്ഭുതങ്ങളും അതിനുള്ള പള്ളിപ്രമാണിമാരുടെ മറുപടിയും വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 13 അധ്യായത്തിലെ 10 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വായിക്കാം.
ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. കരുണയാണ് ദൈവത്തിന്റെ നിയമം എന്ന് ശബത്തിൽ രോഗശാന്തി നൽകുന്നതിലൂടെ യേശു തെളിയിച്ചു. മറ്റൊരു സംഭവം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 9 മുതൽ 13 വരെയുള്ള വചനങ്ങൾ വായിക്കാം. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ. അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ! ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. ഇനി ശബത്ത് ദിനമായ ആഴ്ചയിലെ 7-ാം നാൾ 1-ാം നാളിലേക്ക് എങ്ങനെ മാറിയെന്ന് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 20-7 വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് അവരോട് സംഭാഷിച്ചു. ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനികൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന ആചാരം അപ്പോസ്തലിക കാലഘട്ടം മുതൽ ഉള്ളതാണ്. യേശു ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം ആയതിനാലും 1-ാം നാൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനാലും 1-ാം നാളായ ഞായറാഴ്ച ശിഷ്യന്മാർ യേശുവിന്റെ മരണത്തിനുമേലുള്ള വിജയത്തെ അനുസ്മരിക്കുന്നതിനായും കൂട്ടായ്മയ്ക്കായും അപ്പം നുറുക്കുവാനുമായി ഞായറാഴ്ചകളിൽ ഒത്തുകൂടുവാൻ തുടങ്ങി. ആദ്യകാല സഭകൾ സ്വമേധയാ എടുത്ത തീരുമാനമായിരുന്നു ഇത്. യഹൂദ നിയമങ്ങളിൽ നിന്ന് സ്വയം വേർപെടുത്തുന്നതിനായി ആദ്യകാല ക്രൈസ്തവ സഭ ആഴ്ചയിലെ ആദ്യ ദിവസം തിരഞ്ഞെടുത്തുവെന്ന് വേണം കരുതുവാൻ. യഹൂദന്മാരുടെ ശബത്ത് നാളിൽ ക്രിസ്ത്യാനികൾ ആരാധനയ്ക്കായി കൂടി വന്നതായി പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കർത്തൃദിവസമായ ഞായറാഴ്ച പുതിയ നിയമ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വന്നതായി കാണുവാൻ കഴിയും. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം ആരാധിക്കുവാൻ കർശനമായ കൽപ്പന കൊടുത്തിരുന്നുവെങ്കിൽ അത് മോശയുടെ ന്യായപ്രമാണത്തിന്റെ അതേ ബന്ധനത്തിൽ കൊണ്ടെത്തിക്കുമായിരുന്നു. അതിനാലാണ് ക്രിസ്ത്യാനികൾ തങ്ങളുടേതായ വിശ്രമദിവസം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പൗലോസ് വ്യക്തമാക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 14-ാം അധ്യായത്തിലെ 5 വായിക്കാം. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ശബത്ത് സംബന്ധിച്ച് ആരും ആരെയും വിധിക്കാതിരിക്കുവാൻ ക്രിസ്ത്യാനികളോട് പുതിയ നിയമം ആജ്ഞാപിച്ചിരിക്കുന്നു. ഇസ്രായേലിന് ദൈവം നൽകിയ ശബത്ത് ന്യായപ്രമാണത്തിന്റെ ഭാഗമാകയാൽ അതിൽ ആശ്രയിക്കുന്ന പുതിയ നിയമ വിശ്വാസികൾ ശാപത്തിന് കീഴാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഗലാത്യർ 3:10 വായിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. കാരണം ന്യായപ്രമാണം ആവശ്യപ്പെട്ടതെല്ലാം കർത്താവ് നമുക്കായി കൊടുത്തു തീർത്തു. പഴയ നിയമയാഗങ്ങൾ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് നിഴലായിരുന്നതുപോലെ ശബത്തും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വസ്ഥതയുടെ നിഴലാണ്. നിത്യമായ വിശ്രമം ക്രിസ്തുവിലാണ്, ഒരു പ്രത്യേക ദിവസത്തിലല്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതി കൊടുത്ത ലേഖനത്തിലും പറയുന്നത്. കൊലോസ്യർ 2:16. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. പുതിയ നിയമവിശ്വാസികൾ
ക്രിസ്തുവിൽ പ്രവേശിക്കുവാനിരുന്ന സ്വസ്ഥതാനുഭവത്തിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിലെ ശബത്ത്. ഹോശയ്യ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാം. ഹോശയ്യ 2:11. ഞാൻ അവളുടെ സകല സന്തോഷവും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും. പൂർണ്ണമായ സ്വസ്ഥത കാൽവരിയിലെ ക്രൂശിലൂടെ മനുഷ്യർക്ക് ലഭിക്കുമ്പോൾ നിഴലായിരുന്ന ശബത്ത് മാറ്റപ്പെടും എന്നാണ്. ശബത്ത് ദിനത്തിൽ ജോലികളിൽ ഏർപ്പെട്ടാൽ മരണശിക്ഷ ലഭിക്കും എന്ന പഴയ നിയമ ബന്ധനത്തിൽ നിന്നും പുതിയ നിയമം സ്വാതന്ത്ര്യം നൽകുന്നു. യഹൂദരുടെ 7-ാം ദിവസത്തെ ശബത്ത് മിസ്രയീമിൽ നിന്നുള്ള അവരുടെ വിടുതലിൻ്റെ ഓർമ്മയാകയാൽ ജൂതന്മാരുടെ ശബത്താചരണം അവരുടെ മറ്റ് യാഗനിയമങ്ങളോടൊപ്പം ക്രിസ്തുവിലായവർക്ക് ബാധകമല്ല. പാപമോചനത്തിനായി കുഞ്ഞാടുകളെ ബലിയർപ്പിക്കാത്ത അതേ കാരണത്താൽ തന്നെയാണ് ശബത്തും ക്രിസ്ത്യാനികൾ ആചരിക്കാത്തത്. നാം ഒരു ആത്മീയ ജൂതരാണ്, വംശീയ ജൂതരല്ല. ആത്മീയ ജൂതർ എന്ന നിലയിൽ നാം ദൈവത്തിൻ്റെ ശബത്ത് ആചരിക്കുന്നു. ഇസ്രായേലിൻ്റെ ശബത്തുകൾ നിഴലുകൾ മാത്രമായിരുന്നു. ശിഷ്യന്മാർ യേശുവിനൊപ്പം ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോകുമ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ചപ്പോൾ പരീശന്മാർ അവരെ വിമർശിക്കുകയുണ്ടായി എന്ന് നാം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 23 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴിനടത്തയിൽ കതിർ പറിച്ചു തുടങ്ങി. പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവൻ അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ദൈവം സ്ഥാപിച്ച ശബത്ത് നിയമദൂതനായ യേശുവിന് കീഴിലാണെന്നർത്ഥം. യേശു ശബത്ത് നിർത്തലാക്കുകയായിരുന്നില്ല, പകരം അതിന്മേലുള്ള തൻ്റെ അധികാരം വെളിപ്പെടുത്തുകയായിരുന്നു. യേശു ഒരു ദിവസത്തിൻ്റെ മേൽ മാത്രം അധികാരം അവകാശപ്പെട്ടില്ല. യേശു ശബത്തിൻ്റെ കർത്താവായി സ്വയം വെളിപ്പെടുത്തി. പഴയ നിയമത്തിൽ ശബത്താചരണത്തിന് വ്യക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിലും കാലക്രമേണ മതനേതാക്കൾ വീണ്ടും അവരുടേതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും അടിച്ചേൽപ്പിച്ച് യഹൂദർക്ക് ശബത്ത് ഒരു ഭാരമാക്കി മാറ്റി. ഇതിനാലായിരിക്കണം യേശുവിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. മത്തായി 11:28 വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളോരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ശബത്തിന്റെ കർത്താവായ യേശുവിൽ തങ്ങളുടെ സ്വസ്ഥത കണ്ടെത്താൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട് യേശു ശബത്തിന്റെ ഉദ്ദേശ്യം നിറവേറ്റുന്നു. യേശുവിൻ്റെ ഈ ക്ഷണം സൂചിപ്പിക്കുന്നത് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ശബത്ത് യേശു വാഗ്ദാനം ചെയ്യുന്ന സ്വസ്ഥതാനുഭവത്തിൻ്റെ മുൻനിഴലായിരുന്നു. കൊലോസ്യർ 2:16 വായിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. അതിനാൽ ക്രിസ്തുവിലായ നാം ഇപ്പോൾ യേശുവിനെ ആരാധിക്കുവാനും ബഹുമാനിക്കുവാനും തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് ദിവസവും മാറ്റിവെക്കാം. ശബത്ത് എന്നാചരിക്കണം, എങ്ങനെ ആചരിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ശബത്തിന്റെ കർത്താവായ യേശുവിൽ സ്വസ്ഥത അനുഭവിക്കാം.